ആക്സസിബിൾ ടെക് വേൾഡ് മലയാളം ഫോർ ദ വിഷ്വലി ഇംപയർഡ് യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഫണ്ടമെന്റൽസ് ഓഫ് വിൻഡോസ് വിത്ത് സ്ക്രീൻ റീഡർ എന്ന ഡെമോ വീഡിയോ ട്യൂട്ടോറിയൽ പരമ്പരയുടെ മറ്റൊരു അധ്യായമാണിത്. ഈ വീഡിയോ ട്യൂട്ടോറിയൽ പരമ്പരയുടെ ഭാഗമായി വിവിധ വീഡിയോകളിലായി വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഡെസ്ക്ടോപ്പ് വിൻഡോയുടെ വ്യത്യസ്ത എലമെന്റ്സ് നമ്മൾ കവർ ചെയ്തു. കഴിഞ്ഞ വീഡിയോയിൽ ഇൻട്രൊഡക്ടറി സെഷൻ ഓഫ് ടാസ്ക് വ്യൂ എന്നതാണ് നമ്മൾ പരിചയപ്പെട്ടത്. ഇന്ന് നമ്മൾ നോക്കുന്നത് ആസ് എ സ്ക്രീൻ റീഡർ യൂസർ എങ്ങനെയെല്ലാം നമുക്ക് ടാസ്ക് വ്യൂ വിൻഡോയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും, എന്താണ് ടാസ്ക് വ്യൂ യൂസർ ഇന്റർഫേസ്, വിൻഡോസ് 10 നിന്ന് വിൻഡോസ് 11 വരുമ്പോഴുള്ള വ്യത്യാസങ്ങൾ എന്തെല്ലാമാണ്, വ്യത്യസ്ത സാഹചര്യങ്ങളിലുള്ള ടാസ്ക് വ്യൂ വിൻഡോയുടെ ബിഹേവിയർ എങ്ങനെയാണ് തുടങ്ങിയ ഏതാനും ചില കാര്യങ്ങളാണ്. ഏതായാലും അധികം ആമുഖ ഭാഷണമില്ലാതെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം നമ്മൾ നോക്കുന്നത് എങ്ങനെയെല്ലാം ഒരു സ്ക്രീൻ റീഡർ യൂസർ എന്ന നിലയിൽ നമുക്ക് ടാസ്ക് വ്യൂയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും എന്നുള്ളതാണ്. ഒരു സ്ക്രീൻ റീഡർ യൂസർ എന്ന നിലയിൽ രണ്ട് തരത്തിലാണ് ടാസ്ക് വ്യൂയിലേക്ക് എത്തിച്ചേരാൻ നമുക്ക് സാധിക്കുക. ഒന്നാമത്തെ മെത്തേഡ് നോക്കാം. വിൻഡോസ് 11 ടാസ്ക് വ്യൂ വിൻഡോയിലേക്ക് എത്തിച്ചേരാനുള്ള ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ടാബ് കീ ഉപയോഗിച്ചുകൊണ്ടോ ഷിഫ്റ്റ് ടാബ് കീ ഉപയോഗിച്ചുകൊണ്ടോ ഫോൾഡർ വ്യൂ ലിസ്റ്റ് വ്യൂയിൽ നിന്ന് നാവിഗേറ്റ് ചെയ്തുകൊണ്ട് ടാസ്ക് വ്യൂ വിൻഡോ കണ്ടെത്താവുന്നതാണ്. ഞാൻ ഇവിടെ നിന്ന് ടാബ് കീ പ്രസ് ചെയ്യുന്നു. ടാബ് ലെഫ്റ്റ് ബോട്ടം കോർണറിലേക്ക് ജമ്പ് ചെയ്തു. ടാബ് അഗൈൻ, സൈലന്റ്, ടാബ്, വിഡ്ജറ്റ്സ് ബട്ടൺ, ടാബ് അഗൈൻ, സ്റ്റാർട്ട് ബട്ടൺ, വിൻഡോസ് സെർച്ച് ബട്ടൺ, കോപൈലറ്റ്, ടാബ് അഗൈൻ, ടാസ്ക് വ്യൂ ടോഗിൾ ബട്ടൺ നോട്ട് പ്രസ്ഡ് ഫോർ ഡെസ്ക്ടോപ്സ്. ഇങ്ങനെ നമുക്ക് ടാസ്ക് വ്യൂ ബട്ടൺ കണ്ടെത്താൻ സാധിക്കും. ഇവിടെ എൻ്റർ അല്ലെങ്കിൽ സ്പേസ് ബാർ ഉപയോഗിച്ചുകൊണ്ട് ഈ ബട്ടൺ ആക്ടിവേറ്റ് ചെയ്തു കഴിഞ്ഞാൽ ടാസ്ക് വ്യൂ വിൻഡോ ഓപ്പൺ ആവും. ഞാനിവിടെ സ്പേസ് ബാർ പ്രസ് ചെയ്യുന്നു. ഇതാണ് വിൻഡോസ് 11 ടാസ്ക് വ്യൂ വിൻഡോ. ഇങ്ങനെ ഫോൾഡർ വ്യൂ ലിസ്റ്റ് വ്യൂയിൽ നിന്ന് ടാബ് അല്ലെങ്കിൽ ഷിഫ്റ്റ് ടാബ് കീ ഉപയോഗിച്ചുകൊണ്ട് പെയിൻ ടു പെയിൻ നാവിഗേഷൻ പോസിബിൾ ആണ്. ഇത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ടാസ്ക് വ്യൂ വിൻഡോ കണ്ടെത്തി ആക്ടിവേറ്റ് ചെയ്ത് ടാസ്ക് വ്യൂ ഓപ്പൺ ചെയ്യാം. ഇതാണ് ആസ് എ സ്ക്രീൻ റീഡർ യൂസർ ടാസ്ക് വ്യൂ വിൻഡോയിലേക്ക് എത്തിച്ചേരാനുള്ള ഒന്നാമത്തെ മെത്തേഡ്. ഇനി മറ്റൊരു മെത്തേഡ് നോക്കാം. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു മെത്തേഡാണ്. ഇതിനായി ഈ വിൻഡോ മിനിമൈസ് ചെയ്തുകൊണ്ട് തിരികെ ഞാൻ ഡെസ്ക്ടോപ്പിലേക്ക് പോകുന്നു. ഏതൊരു വിൻഡോയിൽ നിന്നും വളരെ എളുപ്പത്തിൽ ടാസ്ക് വ്യൂ വിൻഡോയിലേക്ക് എത്തിച്ചേരാവുന്ന ഒരു കീബോർഡ് ഷോർട്ട് കട്ടാണിത്. വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കീബോർഡ് ഷോർട്ട് കട്ടാണ് ഇത്. സോ സ്ക്രീൻ റീഡർ യൂസർ ആണെങ്കിലും അല്ലെങ്കിലും നമ്മൾ ഏതൊരു വിൻഡോയിൽ വർക്ക് ചെയ്താലും നിഷ്പ്രയാസം ടാസ്ക് വ്യൂയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. അതിനായി ഉപയോഗിക്കേണ്ട കീബോർഡ് ഷോർട്ട് കട്ട് വിൻഡോസ് കീ ഹോൾഡ് ചെയ്തുകൊണ്ട് ടാബ് പ്രസ് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ വിൻഡോസ് കീ ഹോൾഡ് ചെയ്തു, ശേഷം ടാബ് കീ പ്രസ് ചെയ്യുന്നു. ടാസ്ക് വ്യൂ വിൻഡോ ഓപ്പൺ ആയി. ടാസ്ക് വ്യൂ ഓപ്പൺ ചെയ്യാനുള്ള കീബോർഡ് ഷോർട്ട് കട്ടാണിത്, വിൻഡോസ് പ്ലസ് ടാബ്. ഇങ്ങനെ ആസ് എ സ്ക്രീൻ റീഡർ യൂസർ രണ്ട് തരത്തിലാണ് നമുക്ക് ടാസ്ക് വ്യൂയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുക. ഇനി മൗസ് യൂസേഴ്സിന് സ്ക്രീനിന്റെ ബോട്ടം ഏരിയയിൽ ടാസ്ക് വ്യൂ ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ടാസ്ക് വ്യൂ വിൻഡോ ഓപ്പൺ ചെയ്യാൻ സാധിക്കും. നോക്കാം. ഇതിനായി മൗസ് ഉപയോഗിച്ചുകൊണ്ട് തിരികെ ഞാൻ ഡെസ്ക്ടോപ്പിലേക്ക് പോകുന്നു. ശേഷം മൗസ് കഴ്സർ ഉപയോഗിച്ചുകൊണ്ട് ടാസ്ക് വ്യൂ ബട്ടൺ കണ്ടെത്തി ക്ലിക്ക് ചെയ്യുന്നു. വിൻഡോസ് സെർച്ച്, കോപൈലറ്റ്, മൗസ് കൺട്രോൾ ആണ്, ടാസ്ക് വ്യൂ. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടാസ്ക് വ്യൂ വിൻഡോ ഓപ്പൺ ആയി. പ്രധാനമായും 3 രീതി ഇപ്പോൾ നമ്മൾ പരിചയപ്പെട്ടു. ഫസ്റ്റ് വൺ ഫോൾഡർ വ്യൂ ലിസ്റ്റിൽ നിന്ന് ടാബ് അല്ലെങ്കിൽ ഷിഫ്റ്റ് ടാബ് നാവിഗേഷൻ. സെക്കൻഡ് വൺ എവിടെ നിന്നുകൊണ്ടും വിൻഡോസ് പ്ലസ് ടാബ് എന്ന കീ ഷോർട്ട് കട്ട്. തേർഡ് വൺ മൗസ് ഉപയോഗിച്ചുകൊണ്ട് ടാസ്ക് വ്യൂയിലേക്ക് എങ്ങനെ എത്തിച്ചേരാം. ഈ 3 മെത്തേഡ്സ് ആണ് ഇന്ന് നമ്മൾ പരിചയപ്പെട്ടത്. ഇതിൽ 2 എണ്ണമാണ് ആസ് എ സ്ക്രീൻ റീഡർ യൂസർ എന്ന നിലയിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുക. മൗസ് ബാലൻസ് ഉള്ളവർക്ക് മൗസ് ഉപയോഗിച്ചും ടാസ്ക് വ്യൂയിലേക്ക് എത്തിച്ചേരാവുന്നതാണ്. ഇനി നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് ടാസ്ക് വ്യൂ യൂസർ ഇന്റർഫേസ്, സ്ക്രീൻ റീഡർ ഉപയോഗിച്ചുകൊണ്ടുള്ള നാവിഗേഷൻ എങ്ങനെയാണ്, വിൻഡോസ് 10 നിന്ന് 11 വരുമ്പോൾ യുഐയിലുള്ള വ്യത്യാസം എന്താണ്, വ്യത്യസ്ത സാഹചര്യങ്ങളിൽ ടാസ്ക് വ്യൂ ടൂളിന്റെ ബിഹേവിയർ എന്താണ് തുടങ്ങിയ കാര്യങ്ങളാണ്. ഇതിനായി ടാസ്ക് വ്യൂ വിൻഡോ മിനിമൈസ് ചെയ്ത് തിരികെ ഡെസ്ക്ടോപ്പിലേക്ക് പോകുന്നു. ഒരിക്കൽ കൂടി ഞാൻ ടാസ്ക് വ്യൂ ഓപ്പൺ ചെയ്യുകയാണ് ബൈ പ്രസിംഗ് വിൻഡോസ് പ്ലസ് ടാബ്. ടാസ്ക് വ്യൂ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് സ്ക്രീൻ റീഡറിന്റെ അനൗൺസ്മെന്റ് ശ്രദ്ധിക്കുക. എവിടെയാണ് നമ്മുടെ ഫോക്കസ് ചെന്ന് നിൽക്കുന്നത് എന്ന് കൃത്യമായി ശ്രദ്ധിക്കണം.
വിൻഡോസ് കീ ഹോൾഡ് ചെയ്തു, ടാബ് കീ പ്രസ് ചെയ്യുന്നു. Task view window, desktops list, desktop 1 not selected 1 of 4. ടാസ്ക് വ്യൂ വിൻഡോ ഓപ്പൺ ആയി. ഡെസ്ക്ടോപ്പ് ലിസ്റ്റ്, ഡെസ്ക്ടോപ്പ് 1 നോട്ട് സെലക്ടഡ് 1 of 4 എന്നാണ് അനൗൺസ് ചെയ്തത്. അതായത് വിൻഡോസ് 11 ടാസ്ക് വ്യൂ ഓപ്പൺ ചെയ്യുമ്പോൾ ബൈ ഡിഫോൾട്ട് നമ്മുടെ ഫോക്കസ് വന്ന് നിൽക്കുന്നത് വെർച്വൽ ഡെസ്ക്ടോപ്സ് ലിസ്റ്റിലാണ്. വെർച്വൽ ഡെസ്ക്ടോപ്പ് മാനേജ് ചെയ്യുന്നത് ടാസ്ക് വ്യൂ ടൂൾ ആണെന്ന് കഴിഞ്ഞ ഇൻട്രൊഡക്ടറി വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു. എങ്ങനെയാണ് വെർച്വൽ ഡെസ്ക്ടോപ്പ് ടാസ്ക് വ്യൂ ഉപയോഗിച്ചുകൊണ്ട് മാനേജ് ചെയ്യുന്നത് എന്ന് അടുത്ത വീഡിയോകളിൽ നമുക്ക് പരിചയപ്പെടാം. ഏതായാലും നമ്മുടെ ഫോക്കസ് വന്ന് നിൽക്കുന്നത് ഈ വെർച്വൽ ഡെസ്ക്ടോപ്സ് ലിസ്റ്റിലാണ്. ഇതൊരു ഹൊറിസോണ്ടൽ ലിസ്റ്റാണ്, അഥവാ ലെഫ്റ്റ് ടു റൈറ്റ് ആണ് വെർച്വൽ ഡെസ്ക്ടോപ്പ് 1, 2, 3 എന്ന ക്രമത്തിൽ കാണപ്പെടുന്നത്. നിലവിൽ ഫോക്കസ് ഉള്ളത് ഡെസ്ക്ടോപ്പ് 1ലാണ്. അതാണ് നമ്മുടെ റിയൽ ഡെസ്ക്ടോപ്പ്. ഇനി ഇവിടെ നിന്ന് റൈറ്റ് ആരോ പ്രസ് ചെയ്താൽ ഡെസ്ക്ടോപ്പ് 2 റൈറ്റ്, ഡെസ്ക്ടോപ്പ് 3 again right, ഡെസ്ക്ടോപ്പ് 4 again right, ന്യൂ ഡെസ്ക്ടോപ്പ് ബട്ടൺ. ഇത്രയും ഐറ്റംസ് ആണ് ഒറ്റ സ്ട്രെച്ചിൽ റൈറ്റ് ആരോ പ്രസ് ചെയ്ത് നാവിഗേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത്. ഇങ്ങനെ ലെഫ്റ്റ് റൈറ്റ് ആരോ കീസ് ഉപയോഗിച്ചുകൊണ്ട് ഈ ലിസ്റ്റിലൂടെ നാവിഗേറ്റ് ചെയ്യാൻ സാധിക്കും. ഇവിടെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. നോക്കുക, ഡെസ്ക്ടോപ്പ് 2 2 of 4 എന്നാണ് പറയുന്നത്. എന്നാൽ ഡെസ്ക്ടോപ്പ് 1 നോട്ട് സെലക്ടഡ് എന്ന് പറയുന്നു. 3 നോട്ട് സെലക്ടഡ്, 4 നോട്ട് സെലക്ടഡ്, 2 മാത്രം. ഇങ്ങനെയാണ് അനൗൺസ് ചെയ്യുന്നത്. ഇതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഏത് ഡെസ്ക്ടോപ്പിലാണോ കറൻ്റ്ലി വർക്ക് ചെയ്യുന്നത്, അതായത് ഡെസ്ക്ടോപ്പ് 1 ആണ് റിയൽ ഡെസ്ക്ടോപ്പ്, അവിടെയാണെങ്കിൽ ഡെസ്ക്ടോപ്പ് 1 സെലക്റ്റഡ് ആയിരിക്കും, മറ്റുള്ളതെല്ലാം നോട്ട് സെലക്റ്റഡ് ആയിരിക്കും. ഇനി ഡെസ്ക്ടോപ്പ് 2ലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ 2 സെലക്റ്റഡും മറ്റുള്ളവയെല്ലാം നോട്ട് സെലക്റ്റഡും ആയിരിക്കും. ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നത് ഡെസ്ക്ടോപ്പ് 2ലാണ്. അതുകൊണ്ടാണ് ഡെസ്ക്ടോപ്പ് 1, 3, 4 എന്നീ 3 ഡെസ്ക്ടോപ്സ് നോട്ട് സെലക്റ്റഡ് ആയിരിക്കുന്നത്. ഇതിൽ 1 റിയൽ ഡെസ്ക്ടോപ്പും 3 and 4 വെർച്വൽ ഡെസ്ക്ടോപ്പുമാണ്. ഡെസ്ക്ടോപ്പ് 2ഉം വെർച്വൽ ഡെസ്ക്ടോപ്പാണ്, എന്നാൽ എൻ്റെ വർക്ക് നടക്കുന്നത് 2ലാണ്. അതുകൊണ്ടാണ് 2 നോട്ട് സെലക്റ്റഡ് എന്ന് പറയാതെ മറ്റുള്ളവയെല്ലാം നോട്ട് സെലക്റ്റഡ് എന്ന് പറയുന്നത്. ഈ ഒരു ലിസ്റ്റിലേക്കാണ് ആപ്സ് ഒന്നും ഓപ്പൺ ചെയ്തിട്ടില്ലെങ്കിൽ ടാസ്ക് വ്യൂ ഓപ്പൺ ചെയ്യുമ്പോൾ ബൈ ഡിഫോൾട്ട് ഫോക്കസ് വന്ന് നിൽക്കുന്നത്. ഈ ലിസ്റ്റിൽ നിന്ന് ടാബ് കീ ഉപയോഗിച്ചുള്ള നാവിഗേഷനും പോസിബിൾ ആണ്. ടാബ് കീ പ്രസ് ചെയ്ത് നോക്കാം. ന്യൂ ഡെസ്ക്ടോപ്പ് ബട്ടൺ, അതായത് ഈ ലിസ്റ്റിൽ നമ്മൾ കണ്ടതാണ്. ഡെസ്ക്ടോപ്പ് 4 കഴിഞ്ഞാൽ ന്യൂ ഡെസ്ക്ടോപ്പ് ബട്ടൺ ആണ്. 4 ഡെസ്ക്ടോപ്പാണ് ഓൾറെഡി ഉള്ളത്, ഒരു റിയൽ ഡെസ്ക്ടോപ്പും 3 വെർച്വൽ ഡെസ്ക്ടോപ്പും. ഇതെങ്ങനെ മാനേജ് ചെയ്യാം എന്ന് പിന്നീട് നോക്കാം. Again tab, തിരികെ ഡെസ്ക്ടോപ്പ് ലിസ്റ്റിലെത്തി. നിലവിൽ ആപ്സ് ഒന്നും ഓപ്പൺ ചെയ്യാത്ത സാഹചര്യത്തിൽ ഒരു ലിസ്റ്റും ഒരു ബട്ടണും, അഥവാ വെർച്വൽ ഡെസ്ക്ടോപ്സ് ലിസ്റ്റും പ്ലസ് പുതിയ ഡെസ്ക്ടോപ്പ് ആഡ് ചെയ്യാനുള്ള ബട്ടണും മാത്രമാണ് വിൻഡോസ് 11 ടാസ്ക് വ്യൂവിൽ ബൈ ഡിഫോൾട്ട് ഉള്ളത്. ഇനി മറ്റൊരു ബിഹേവിയർ കൂടി നോക്കാം. ഇതിനായി ഞാൻ തിരികെ ഡെസ്ക്ടോപ്പിലേക്ക് മടങ്ങുന്നു ബൈ പ്രസിംഗ് Windows+M. ഞാൻ നിലവിൽ വർക്ക് ചെയ്യുന്ന ഡെസ്ക്ടോപ്പിൽ 1-2 ആപ്സ് ഓപ്പൺ ചെയ്യുകയാണ്. Notepad app. Press right to switch preview 1 of 1 level. Notepad. Untitled. Notepad. Text editor. Document blank. Start window. Search. Calculator app. Press right to switch cal. Calculator window. Display is 0. Start windows. Google Chrome app. Press right to scroll. New tab. Google bar. Address and search bar. Edit as autocomplete. CTRL+L blank. നിലവിൽ 3 ആപ്ലിക്കേഷൻസ് ഞാൻ ഓപ്പൺ ചെയ്തു. കാൽക്കുലേറ്റർ, നോട്ട്പാഡ് ആൻഡ് ഗൂഗിൾ ക്രോം. ഇനി ടാസ്ക് വ്യൂ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു നോക്കാം. തിരികെ ഡെസ്ക്ടോപ്പിലേക്ക് പോകുന്നു. ടാസ്ക് വ്യൂ ഓപ്പൺ ചെയ്യുന്നു ബൈ പ്രസിംഗ് Windows+Tab. Task view window. Running applications list. New tab. Google Chrome 1 of 3. New tab. Google Chrome 1 of 3. ആപ്സ് ഓപ്പൺ ചെയ്ത ശേഷം ടാസ്ക് വ്യൂ ഓപ്പൺ ചെയ്ത സമയത്ത് നമ്മുടെ ഫോക്കസ് വന്ന് നിന്നത് റണ്ണിങ് ആപ്ലിക്കേഷൻസ് ലിസ്റ്റിലാണ്. ആപ്സ് ഒന്നും ഇല്ലാത്ത സമയത്ത് നേരെ വെർച്വൽ ഡെസ്ക്ടോപ്സ് ലിസ്റ്റിലാണ് ഫോക്കസ് നിന്നത്. നോക്കുക, ഏറ്റവും അവസാനം ഓപ്പൺ ചെയ്ത ഗൂഗിൾ ക്രോം ആണ് ഫസ്റ്റ് വൺ. ഇവിടെ നിന്ന് റൈറ്റ് ആരോ പ്രസ് ചെയ്താൽ കാൽക്കുലേറ്റർ, അൺടൈറ്റിൽഡ് നോട്ട്പാഡ്, ഇങ്ങനെ 3 ആപ്ലിക്കേഷനും ഇവിടെ കാണാം. ഇനി ഇവിടെ നിന്ന് ടാബ് കീ പ്രസ് ചെയ്താൽ ഡെസ്ക്ടോപ്പ് ലിസ്റ്റിലേക്ക് നമ്മൾ എത്തിച്ചേരുകയും ചെയ്യും. വീണ്ടും ടാബ്, ന്യൂ ഡെസ്ക്ടോപ്പ് ബട്ടൺ, ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. ഇതാണ് ആപ്സ് ഓപ്പൺ ചെയ്യുമ്പോഴും ആപ്സ് ഇല്ലാത്ത സമയത്തും ടാസ്ക് വ്യൂ ടൂളിന്റെ വ്യത്യസ്ത ബിഹേവിയർ. ഇനി മറ്റൊരു ഡെസ്ക്ടോപ്പിലേക്ക് നമുക്ക്
മാറിയ ശേഷം ടാസ്ക് വ്യൂ ഓപ്പൺ ചെയ്ത് നോക്കാം. തിരികെ ഞാൻ ഡെസ്ക്ടോപ്പിലേക്ക് മടങ്ങുന്നു. Folder view list. കറൻ്റ്ലി ഡെസ്ക്ടോപ്പ് 2-ലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഡെസ്ക്ടോപ്പ് ചേഞ്ച് ചെയ്യുന്നു. Desktop 3. Desktop 3. ഇപ്പോൾ ഡെസ്ക്ടോപ്പ് 3-ലാണ് വർക്ക് ചെയ്യുന്നത്. ടാസ്ക് വ്യൂ ഓപ്പൺ ചെയ്ത് നോക്കാം. Task view window. Desktops list. Desktop 1 not selected 1 of 4. ഇവിടെ ആപ്സ് ഒന്നും ഓപ്പൺ ചെയ്തിട്ടില്ലാത്തത് കൊണ്ട് തന്നെ ഫോക്കസ് നേരെ വന്ന് നിന്നത് ഡെസ്ക്ടോപ്സ് ലിസ്റ്റിലാണ്. New Tab. desktop button. ടാബ് അഗൈൻ. Desktops list. Desktop 1 not selected 1 of 4. ഇവിടെ റണ്ണിംഗ് ആപ്ലിക്കേഷൻസ് ലിസ്റ്റ് കാണാനില്ല. അതായത് ഡെസ്ക്ടോപ്പ് 2-ൽ ഓപ്പൺ ചെയ്തിട്ടുള്ള 3 ആപ്ലിക്കേഷനും അവിടെ മാത്രമേ കാണുന്നുള്ളൂ. ഡെസ്ക്ടോപ്പ് 3-ലേക്ക് അതിൻ്റെ യാതൊരുവിധ എഫക്റ്റും ഇല്ല. സോ ഡെസ്ക്ടോപ്പ് 3 നമുക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഉപയോഗിക്കാം. ഇതുപോലെ ഏത് ഡെസ്ക്ടോപ്പിൽ നമ്മൾ ഓപ്പൺ ചെയ്ത ആപ്പ് ആയാലും അത് അവിടെ മാത്രം നിൽക്കുന്ന രീതിയിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് വെക്കാം. ബൈ ഡിഫോൾട്ട് അങ്ങനെയാണുള്ളത്. മറ്റ് ഡെസ്ക്ടോപ്പുകളിൽ അതിൻ്റെ ഡിസ്ട്രക്ഷൻസ് ഉണ്ടാവില്ല. എല്ലാ ഡെസ്ക്ടോപ്പിലും ടാസ്ക് വ്യൂവിൽ കാണണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. ഇതൊക്കെ എങ്ങനെയാണ് മാനേജ് ചെയ്യുക എന്നുള്ള കാര്യം പിന്നീട് നമുക്ക് നോക്കാം. ഇതാണ് ടാസ്ക് വ്യൂ വിൻഡോയുടെ വ്യത്യസ്ത സാഹചര്യങ്ങളിലുള്ള ബിഹേവിയർ. ജസ്റ്റ് ഒന്ന് സമ്മറൈസ് ചെയ്യുകയാണെങ്കിൽ ആപ്സ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഫോക്കസ് നിൽക്കുന്നത് റണ്ണിംഗ് ആപ്ലിക്കേഷൻസ് ലിസ്റ്റിലും ആപ്സ് ഇല്ലാത്ത സമയത്തോ ബൈ ഡിഫോൾട്ട് വെർച്വൽ ഡെസ്ക്ടോപ്സ് ലിസ്റ്റിലുമാണ് ഫോക്കസ് ഉണ്ടാവുക. വിൻഡോസ് 11 ടാസ്ക് വ്യൂ വിൻഡോയുടെ യൂസർ ഇന്റർഫേസ് വളരെ സിമ്പിളാണ്. ആപ്സ് ഒന്നും ഇല്ലെങ്കിൽ റണ്ണിംഗ് ആപ്ലിക്കേഷൻസ് ലിസ്റ്റ് ഇല്ല, വെർച്വൽ ഡെസ്ക്ടോപ്സ് ലിസ്റ്റും ന്യൂ ഡെസ്ക്ടോപ്പ് ബട്ടണും മാത്രമുള്ള വളരെ സിമ്പിളായിട്ടുള്ളൊരു ഇൻ്റർഫേസ് ആണ്. അതല്ലാതെ വിൻഡോസ് 10-ലെ പോലെ പാസ്റ്റ് ആക്ടിവിറ്റി ടൈം ലൈൻ ഇല്ല. വളരെ സിമ്പിളായിട്ടുള്ള UI ആണ്. ഇനി ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ നമ്മൾ വർക്ക് ചെയ്യുന്ന ഡെസ്ക്ടോപ്പിൽ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ എക്സ്ട്രാ ഒരു ലിസ്റ്റ് കൂടി ആഡ് ചെയ്യപ്പെടും. അതാണ് റണ്ണിംഗ് ആപ്ലിക്കേഷൻസ് ലിസ്റ്റ്. ഇവിടെ നിന്നുകൊണ്ട് കറൻ്റ്ലി റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ആപ്സിനെ നമുക്ക് മാനേജ് ചെയ്യാൻ സാധിക്കും. വ്യത്യസ്ത വെർച്വൽ ഡെസ്ക്ടോപ്പുകളിലേക്ക് മൂവ് ചെയ്യാൻ സാധിക്കും. എല്ലാ ഡെസ്ക്ടോപ്പുകളിലും ഒരു പർട്ടിക്കുലർ ആപ്ലിക്കേഷനോ അല്ലെങ്കിൽ അതിൻ്റെ ഏതെങ്കിലും വിൻഡോയോ കാണണം എന്നുണ്ടെങ്കിൽ അങ്ങനെ കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കും. പലതരത്തിൽ നമുക്ക് വിൻഡോസ് 11 ടാസ്ക് വ്യൂ ടൂൾ സൗകര്യം നൽകുന്നുണ്ട്. ഇതെല്ലാം വഴിയെ മനസ്സിലാക്കാം. ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. താങ്ക്